ഒഴിച്ച് നാക്കിലയൊന്നു വിരിച്ച് കറിയോരോന്നായി വിളമ്പ് കുന്നല്ലരിയുടെ ചോറിൽ നറുനെയ്യൊരു തുള്ളി ഒഴിച്ച് നന്നായി വെന്ത പരിപ്പും കൂട്ടി ഓണസദ്യ വിളമ്പ് ഓണസദ്യ വിളമ്പ്. ഇത് നമുക്ക് ബ്രെഡും കൊണ്ട് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കുന്നതെങ്കിൽ നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. ഇത് എൻ്റെ മനസ്സിൽ വന്ന ഒരു ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്ന റെസിപ്പിയാണിത്. ഇത് കുട്ടികൾക്കൊക്കെ ആയിരുന്നാലും നല്ല ഇഷ്ടമായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ബ്രെഡ് എടുക്കാം. ഞാനിവിടെ വൈറ്റ് ബ്രെഡിന് എടുത്തേക്കുന്നത്. പിന്നെ തേങ്ങ വേണം, പഞ്ചസാര വേണം, ഏലക്കായ പൊടിച്ചത് വേണം. അപ്പോൾ ഇതിലേക്ക് ചേർക്കണ ഒന്നിനും അങ്ങനെ കറക്റ്റായിട്ട് അളവില്ല. ഇപ്പോൾ ബ്രെഡ് നിങ്ങൾക്ക് എത്ര എണ്ണം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ബ്രെഡ് എടുക്കുക. തേങ്ങ ആയിരുന്നാലും ഒരു ഏകദേശ അളവിലെടുക്കുക. പിന്നെ പഞ്ചസാര മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഏലക്കായയുടെ പൊടിയായിരുന്നാലും മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങയിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഈ തേങ്ങ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഈ തേങ്ങയുടെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കാം. പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. തേങ്ങയായിരുന്നാലും ഇതൊരു ചെറിയൊരു തേങ്ങയുടെ പകുതി ഉണ്ടാവും. ഈ തേങ്ങയുടെ കളറ് മാറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഈ തേങ്ങയുടെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അത് പിന്നെ നിങ്ങൾ കുറേ നേരം ഇട്ടിട്ട് തേങ്ങ ചൂടാക്കുകയും ചെയ്യരുത്. കുറേ നേരം ഇട്ടിട്ട് തേങ്ങ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചസാരയൊക്കെയാണ്ട് വെള്ളമായിട്ട് വരും. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർക്കുക. അത് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ തേങ്ങയുടെ ഉള്ളിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഈ 2 സ്ലൈസ് ബ്രെഡ് എടുക്കുക. ഈ ബ്രെഡ് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു ടിന്നിൻ്റെ മൂടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ ഈ 4 സൈഡിൻ്റെ ഉള്ളിലും ഇതിങ്ങനെ കവർ ചെയ്ത് നിൽക്കണം അത്രയ്ക്ക് വലിപ്പമുള്ള ഇതേപോലത്തെ ഒരു മൂടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്ലേറ്റോ എന്തായിരുന്നാലും മതി. ഇതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ കവർ ചെയ്തെടുക്കണം ആ വലിപ്പത്തിലുള്ളത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ തേങ്ങയുടെ ഫില്ലിങ് വയ്ക്കുക. തേങ്ങയുടെ ഫില്ലിങ് വയ്ക്കുമ്പോൾ ഒരുപാട് കനത്തിൽ വയ്ക്കരുത്. ഇതേപോലെ പതുക്കെ ഒന്ന് പരത്തിയിട്ട് വയ്ക്കുക. ഒരുപാട് ഇങ്ങനെ കനത്തിൽ ഇങ്ങനെ പൊന്തിച്ച് വെക്കരുത്. ഇതേപോലെ ഒന്ന് പരത്തി വയ്ക്കുക. അടുത്ത സ്ലൈസ് ബ്രെഡ് ഇതിൻ്റെ മുകളിൽ വയ്ക്കുക. പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ മൂടി വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്യുക. അടിയിൽ ഈ ബ്രെഡുമ്മേയും ഇതിങ്ങനെ കട്ടാവണം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ബാക്കി വരുന്ന ഈ ബ്രെഡ് എടുത്ത് മാറ്റുക. ഇതിൻ്റെ സൈഡൊക്കെ നിങ്ങൾ ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണ്ട. അതേപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റണം. ഇതേപോലെ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ തേങ്ങയുടെ ഫില്ലിങ് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരുന്നോളൂ. ഇത് മാറ്റി വയ്ക്കുക. കട്ട് ചെയ്തെടുത്തേക്കണ ഈ ബ്രെഡിൻ്റെ ഈ ബാക്കി വന്ന പീസുകളുണ്ടല്ലോ, ഇത് കളയരുത്. ഇത് മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇത് നീക്കി വയ്ക്കുക. ഇനി ബാക്കിയുള്ള ബ്രെഡിൻ്റെ ഉള്ളിലും ഇതേപോലെ ഫില്ലിങ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ 3 ബ്രെഡും ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാക്കി വന്നേക്കണ ഈ ബ്രെഡ് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ടെടുക്കുക. ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ബാക്കി വന്നേക്കണ ബ്രെഡ് മിക്സിയിൽ ഇട്ടിട്ട് ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്.
ഇതേപോലെ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പൊടിഞ്ഞിട്ട് നിങ്ങൾ ബ്രെഡ് പൊടിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇത് നീക്കി വയ്ക്കുക. ഈ പാത്രത്തിലേക്ക് പഞ്ചസാര ചേർക്കാം. നമുക്ക് കുറച്ച് നല്ല തിക്കായിട്ടുള്ള പഞ്ചസാര പനി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് അതിലേക്ക് പഞ്ചസാര ചേർക്കാം. അങ്ങനെ പഞ്ചസാര ചേർക്കണതിന് അങ്ങനെ കറക്റ്റായിട്ടൊരളവില്ല. ഞാൻ അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കണ പഞ്ചസാരയുടെ തരി നല്ല വലിയ തരിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുക. ഇതിലേക്ക് വെള്ളം ചേർക്കുക. ഞാൻ അതിലേക്ക് 8 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ടുണ്ട്. ഈ പഞ്ചസാര ഈ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആവണം. ഈ പഞ്ചസാര ഈ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതേപോലെ ഈ പഞ്ചസാര വെള്ളം ഇതേപോലെ ഇങ്ങനെ കുറച്ച് തിക്കായിട്ടിരിക്കണം. എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടിച്ചെടുത്തേക്കണ ഈ ബ്രെഡിൻ്റെ പൊടിയുണ്ടല്ലോ, ഇത് ഇവിടെ ഇങ്ങനെ സൈഡിൽ വയ്ക്കുക. നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കണ ബ്രെഡിൻ്റെ പീസ് ഉണ്ടല്ലോ, ഇത് ഏറ്റവും പഞ്ചസാര പാനിയിൽ നന്നായിട്ടൊന്ന് മുക്കി വെക്കരുത്. ജസ്റ്റ് 2 സൈഡ് നന്നായിട്ടൊന്ന് മുക്കി കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ട് ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇടണം. ഈ പഞ്ചസാര പാനിയിൽ ഇട്ട വഴിക്ക് തന്നെ എടുക്കണം, അത് ഇട്ട് വെക്കരുത്. അതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കും. പഞ്ചസാര പാനിയുടെ നനവ് കൊണ്ട് തന്നെ ഇതുമ്മ അത്യാവശ്യം നല്ല കനത്തിൽ തന്നെ ഈ ബ്രെഡ് പൊടിച്ചെടുത്തത് ഇതുമ്മ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പിടിച്ചിരുന്നോളും. ഇതേപോലെ ഇങ്ങനെ സൈഡിലും ഇങ്ങനെ വെച്ച് കൊടുക്കുക. മറ്റേ സൈഡ് തിരിച്ച് വയ്ക്കുക. ഇതിപ്പോൾ കുറച്ച് കനത്തിലായിട്ടുണ്ട്, ഒരുപാട് കനത്തിൽ വേണ്ട. ഈ സൈഡ് അങ്ങനെ വിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ ഒട്ടിയിരുന്നോളും. അതെല്ലാവരും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇത് നീക്കി വയ്ക്കുക. ഇനി ഇത് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാനുള്ള പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ബട്ടറിൽ വേണമെന്നുണ്ടെങ്കിൽ ബട്ടറിൽ ടോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. ഞാനിവിടെ ഓയിലാണ് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ എടുക്കുക. കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് 2 സൈഡും നല്ല ഗോൾഡൻ കളറാക്കിയിട്ട് ഒന്ന് മുരിച്ചിട്ടെടുക്കണം. ഇപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചേക്കണം. ഈ ബ്രെഡ് കൈ കൊണ്ടാണെങ്കിലും നമുക്ക് തിരിച്ച് മറിച്ചിടാം, കാരണം ഇതിനധികം ചൂട്. പൊരിഞ്ഞിട്ടാനുള്ള ആവശ്യത്തിനുള്ള ഓയിൽ ഞങ്ങൾ സൈഡിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല ഗോൾഡൻ കളറിൽ മൊരിഞ്ഞ് വരും. ഇത് 2 സൈഡും മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ കോക്കനട്ട് ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.